പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊക്കെ അറിയാം ഒരുപാട് യൂട്യൂബ് ചാനലുകാരുണ്ട് ഇപ്പോൾ അല്ലേ. അപ്പോൾ ഈ കുറെ യൂട്യൂബ് ചാനലുകാരെ എനിക്കറിയാം. അപ്പോൾ ആ യൂട്യൂബ് ചാനലുകാരോട് ഞാൻ കുറച്ച് പേരോട് ഒരു 3-4 പേരോട് ഞാൻ ചോദിച്ചു, കണക്ക് നിങ്ങളുടെ അക്കൗണ്ട് കണക്ക് ബ്രാൻഡ് അക്കൗണ്ട് ആണോ എന്ന് ചോദിച്ചു നിങ്ങളുടെ ചാനലിന്. അപ്പോൾ അവർ പറഞ്ഞ് എന്താണ് അവർക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. കണക്ക് ബ്രാൻഡ് അക്കൗണ്ട് എന്താണെന്നുള്ളത് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ബ്രാൻഡ് അക്കൗണ്ട് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ പിന്നെ അവരോട് ബാക്കി ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു ശരി ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ അവർ ഇത് കണക്ക് അറിയാൻ വയ്യാത്തവർ മനസ്സിലാക്കിയിരിക്കണ്ടേ. അപ്പൊ ഈ ബ്രാൻഡ് അക്കൗണ്ട് എന്താണെന്ന് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് അത് എന്റെ പ്രയോജനം ഞാൻ ആദ്യമേ പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്റെ പ്രയോജനം ആദ്യമേ അറിയണം. ഇതിന്റെ പ്രയോജനമാണ് ആദ്യമേ പറയാൻ പോകുന്നത്. ഇതിന്റെ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനല് ഒരു വലിയൊരു ചാനലൊക്കെ ആയി കഴിഞ്ഞാൽ, ചെറിയ ചാനലാണെങ്കിൽ ആരും ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല. വലിയ ചാനലാണെന്നുണ്ടെങ്കിൽ ഒരു ഹാക്കർ വല്ലതും ഹാക്ക് ചെയ്താൽ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രാൻഡ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആ അക്കൗണ്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ടിലോട്ട് നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളുടെ സബ്സ്ക്രൈബറും ഇതുകൊണ്ടൊക്കെ നിങ്ങളുടെ വീഡിയോസ് എല്ലാം അങ്ങോട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. നമ്മൾ ഒരു റൂമിൽ നിന്ന് ഒരു കുറച്ച് സാധനം എടുത്ത് വേറെ റൂമിലോട്ട് വെക്കുന്ന മാതിരി തന്നെ അത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും ബ്രാൻഡ് അക്കൗണ്ട് ആണെങ്കിൽ മാത്രം. അഥവാ നിങ്ങളുടെ ബ്രാൻഡ് അക്കൗണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഹാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. ആ ഹാക്കറിന്റെ കൺട്രോളിലായിരിക്കും നിങ്ങളുടെ ചാനൽ മുഴുവനായിട്ടും. അത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അവര് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ആ ചാനലിനെ നശിപ്പിച്ചിട്ടേ അവർ പോകും. ഹാക്ക് ചെയ്യുന്നവർ എന്തിനു വേണ്ടിയാണ് വരുന്നത്? നിങ്ങളോടുള്ള ദേഷ്യം എന്തെങ്കിലും നിങ്ങളുടെ ചാനലിനെ നശിപ്പിക്കാൻ വേണ്ടി വരുന്നവരല്ല, നിങ്ങളെ ഒരിക്കലും നന്നാക്കാൻ വേണ്ടി വരുന്നവരായിരിക്കത്തില്ല ഒരിക്കലും ഹാക്ക് ചെയ്യുന്നവര്. അപ്പൊ അത് പ്രത്യേകമായിട്ട് ഓർക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിനുവേണ്ടി ആദ്യമേ നമ്മളൊരു കരുതലെടുത്ത് നമ്മുടെ ബ്രാൻഡ് അക്കൗണ്ട് ആക്കിയിട്ട് അത് മുന്നോട്ട് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കുഴപ്പമില്ല. ഇങ്ങനെ ഉള്ള അവസരം വരുമെന്നല്ല, വരുവാണെങ്കിൽ നമ്മൾ അതിനെ കരുതിയിരിക്കണം അല്ലേ. അപ്പോൾ എന്തെങ്കിലും വന്നിട്ട് അത് അനുഭവിക്കുകയല്ല ചെയ്യേണ്ടത്. വരുന്നതിന് മുമ്പേ നമ്മളത് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം, വേണ്ടേ. അപ്പൊ അതാണ് ഇങ്ങനെ ബ്രാൻഡ് അക്കൗണ്ട് ആക്കുന്നതിന്റെ കാര്യം. ബ്രാൻഡ് അക്കൗണ്ട് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ പ്രയോജനം. ഇത് നമ്മൾ ഹാക്ക് ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങോട്ടങ്ങ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാക്കറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയാണ്. അപ്പൊ അതാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ഈ ബ്രാൻഡ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. അത് ഞാൻ പ്രത്യേകമായിട്ടും പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇത് കണക്ക് ബ്രാൻഡ് അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ചാനലിന്റെ ഡാഷ്ബോർഡിൽ ആദ്യമേ പോവുക. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോയതിനു ശേഷം ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഈ താഴെയായിട്ട് നിങ്ങൾക്ക് സെറ്റിംഗ്സിന്റെ ഒരു ഐക്കോൺ കാണാൻ സാധിക്കും. ഒരു സെറ്റിംഗ്സിന്റെ ഐക്കോൺ. അപ്പൊ അവിടെയായിട്ട് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ ഇതാണ് സെറ്റിംഗ്സ്. ഈ സെറ്റിംഗ്സിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുറെ ഓപ്ഷൻ ഇങ്ങനെ വരും. അപ്പൊ അതില് ഇവിടെയായിട്ട് ഇതൊന്ന് വ്യൂ ചെയ്ത് ഞാൻ കാണിക്കാം. അതിലിവിടെയായിട്ട് രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ചാനൽ എന്ന് കാണാൻ സാധിക്കും. ഈ ചാനൽ എന്നുള്ളിടത്ത് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു 2-3 ഓപ്ഷൻ വരുന്നുണ്ട്. ബേസിക് ഇൻഫോ, അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ്, ഫ്യൂച്ചർ എലിജിബിലിറ്റി. ഈ 3 ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഈ രണ്ടാമത് കാണിക്കുന്ന അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്നുള്ളിടത്ത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഈ പേജ് അപ്പം നമുക്ക് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഈ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ താഴെയായിട്ട് നമുക്ക് ഇവിടെ 2 ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെയായിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ മാനേജ് യൂട്യൂബ് അക്കൗണ്ട് എന്നുണ്ട്. മാനേജ് യൂട്യൂബ് അക്കൗണ്ട്. അപ്പൊ അതിലാണ് നമുക്ക് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതുകൊണ്ട് ബ്രാൻഡ് അക്കൗണ്ട് ഉണ്ടാക്കാനായിട്ട് പോകാൻ സാധിക്കും. അത് ഒരു സെറ്റിംഗ്സിൽ അവിടോട്ട് ചെല്ലും. അത് ഞാൻ ഇവിടോട്ട് നമുക്കപ്പോൾ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ടൊക്കെ ഒരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ സെൻട്രലായിട്ട് ക്രിയേറ്റ് എ ന്യൂ ചാനൽ എന്നും പറഞ്ഞുകൊണ്ട് ഈ സെൻട്രലായിട്ട് ഈ 3 ഇത് ഉണ്ടല്ലോ, അതില് സെൻട്രലായിട്ട് ക്രിയേറ്റ് എ ന്യൂ ചാനൽ എന്ന് ഇവിടെ കാണാൻ സാധിക്കും. അതിലാണ് നമുക്ക് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ബ്രാൻഡ് അക്കൗണ്ട് ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഇത് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലുണ്ട്. അപ്പൊ നമുക്ക് ഒരു ബ്രാൻഡ് അക്കൗണ്ട് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അതാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് ഒരു ബ്രാൻഡ് അക്കൗണ്ട് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഇപ്പം ബ്രാൻഡ് അക്കൗണ്ട് തിരിച്ചറിയാൻ വയ്യാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അത് അറിയാൻ വേണ്ടി ഒരു വഴിയുണ്ട്. അതിനുവേണ്ടി എന്ത് ചെയ്യാം? ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അത് എന്താണ് ബ്രാൻഡ് അക്കൗണ്ട് എന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാം? ഞാൻ എൻ്റെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യുവാണ്. യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെയായിട്ട് എൻ്റെ ചാനലിന്റെ ലോഗോ ഉണ്ട്. ഈ ചാനലിന്റെ ലോഗോയിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ
എന്നിട്ട് ഈ മുകളിലായിട്ട് സ്വിച്ച് അക്കൗണ്ട് ഒന്ന് കാണാം. ഓക്കെ, ഇവിടെ സ്വിച്ച് അക്കൗണ്ട് ഒന്ന് കാണുന്നുണ്ട്. അവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ആയിട്ട് എത്ര ഇമെയിൽ ഐ ഡി ഉണ്ടോ ആ ഇമെയിൽ ഐ ഡി എല്ലാം ഇങ്ങനെ ഷോ ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഇമെയിൽ ഐ ഡി ആണെങ്കിൽ അതേ ഷോ ചെയ്യത്തുള്ളൂ. അതല്ല, നിങ്ങളുടെ കയ്യിൽ ഒരു 4-5 ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ആ 4-5 ഇമെയിൽ ഐ ഡി ഇങ്ങനെ കാണും. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഇമെയിൽ ഐ ഡിയിലെ ബ്രാൻഡ് അക്കൗണ്ട് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ഇവിടെ ഷോ ചെയ്യും. എൻ്റെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് 2 ബ്രാൻഡ് അക്കൗണ്ട് കാണാനായിട്ട് സാധിക്കും. അതിലും മുകളിലത്തേതാണ് ഞാൻ നിങ്ങൾക്ക് ഷോ ചെയ്യുന്നത്. ഓക്കെ, ഈ മുകളിലായിട്ട് കാണുന്ന ഇവിടെ ആയിട്ട് കാണുന്ന ഇതാണ് ബ്രാൻഡ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ ഇമെയിൽ ഐ ഡിയുടെ താഴെയായിട്ട് കാണുന്ന ഇതാണ് ഈ ബ്രാൻഡ് അക്കൗണ്ട്. ഓക്കെ, ഇനി ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി ആണ് കാണുന്നത്. അതിന്റെ താഴെയായിട്ടാണ് നമ്മൾ ആദ്യമേ ഉണ്ടാക്കുന്ന അക്കൗണ്ട് കാണുന്നത്. ഓക്കെ, അതിന്റെ താഴെയായിട്ട് ഇപ്പം നമ്മൾ ബ്രാൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ താഴെയായിട്ട് കാണുന്നത്. അതായത് ഒരു ഇമെയിൽ ഐ ഡിയുടെ താഴെയായിട്ട് 2 അക്കൗണ്ട് ഒരുമിച്ച് അതാണ് ബ്രാൻഡ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ കാര്യങ്ങൾ. അപ്പോൾ ഈ താഴെ എപ്പോഴും ഒരു ബ്രാൻഡ് അക്കൗണ്ട്, അത് അറിയാനും ഒരു ഇതുണ്ട്. ഇതിലേതാണ് ബ്രാൻഡ് അക്കൗണ്ട് എന്ന് ചിലർക്ക് അറിയത്തില്ല. ഈ ഇമെയിൽ ഐ ഡിയുടെ താഴെയായിട്ട് 2 അക്കൗണ്ട് കാണുന്നുണ്ട്. അതിലേതാണ് ബ്രാൻഡ് അക്കൗണ്ട് എന്ന് പലർക്കും അറിയത്തില്ല. അതിനും അറിയാൻ ഒരു വിദ്യ ഞാൻ പറഞ്ഞുതരാം. ഈ ഇമെയിൽ ഐ ഡിയുടെ താഴെ, അതായത് ഏറ്റവും ലാസ്റ്റായിട്ട്, അതായത് നമ്മൾ ഇമെയിൽ ഐ ഡിയുടെ താഴെ 2 അക്കൗണ്ട് കാണുന്നില്ലേ, 2 അക്കൗണ്ടിൽ രണ്ടാമത്തേതായിരിക്കും എപ്പോഴും ബ്രാൻഡ് അക്കൗണ്ട്. എപ്പോഴും അങ്ങനെയാണ്. അത് എവിടെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾ ബ്രാൻഡ് അക്കൗണ്ട്, ഇപ്പൊ ഇത് ബ്രാൻഡ് അക്കൗണ്ട് അല്ല നിങ്ങളുടെ ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്, അത് താഴെയാണെങ്കിൽ പോലും അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും ആ ബ്രാൻഡ് അക്കൗണ്ട് അത് 2 അടുപ്പിച്ചുള്ള ഒരു ഇമെയിൽ ഐ ഡി 2 അക്കൗണ്ട് അടുപ്പിച്ചുണ്ടെങ്കിൽ അതാണ് ബ്രാൻഡ് അക്കൗണ്ട്. ഓക്കെ, അതിൽ ആ രണ്ടാമത്തേതായിരിക്കും ബ്രാൻഡ് അക്കൗണ്ട്. ഇത് എപ്പോഴും ഓർത്തിരിക്കുക. അപ്പൊ അതിലായിരിക്കും നമ്മൾ എപ്പോഴും ചാനൽ തുടങ്ങേണ്ടത്. അതിൽ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും എപ്പോഴും ബെസ്റ്റ്. നമുക്ക് ബ്രാൻഡ് അക്കൗണ്ട് ആയതുകൊണ്ട് അതിന് പല ബെനിഫിറ്റുകളും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ഇങ്ങനെ ബ്രാൻഡ് അക്കൗണ്ടിലാണ് തുടങ്ങേണ്ടത്. ഞാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് നല്ലത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഇപ്പൊ ബ്രാൻഡ് അക്കൗണ്ട് എന്താണെന്നുള്ളത്. ആ കൺഫ്യൂഷൻ അങ്ങ് മാറിക്കണം പലരുടെയും. അപ്പൊ ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ഇതാണ് ബ്രാൻഡ് അക്കൗണ്ട്. അപ്പൊ ബ്രാൻഡ് അക്കൗണ്ടിന്റെ പ്രയോജനം നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്താണ് പ്രയോജനം എന്നുള്ളത് മനസ്സിലായി കാണും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡ് അക്കൗണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രാൻഡ് അക്കൗണ്ട് ഉണ്ടാക്കാൻ ഞാനത് പറഞ്ഞു. ഇതേ രീതിയിൽ നിങ്ങൾ ബ്രാൻഡ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടാൽ മതി. അതെന്റെ ചാനലിൽ കയറി നിങ്ങൾ കാണുക. കണ്ടു കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ബ്രാൻഡ് അക്കൗണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ബ്രാൻഡ് അക്കൗണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതപ്പോൾ ഉണ്ടാക്കിയിടുന്നത് നല്ലതാണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോ പറ്റി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എങ്ങനെയാണ് എന്തുവാണെന്നുള്ളത് ഞാൻ അത് വിശദമായിട്ട് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ആവശ്യം തോന്നിയാൽ ഇത് ഉപയോഗിക്കാം, പക്ഷേ വാട്സപ്പ് ചാറ്റ് മാത്രം.